ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ കാന്തല്ലൂർ ടൂർ പോയ ടൈമിൽ എടുത്തു വെച്ച വീഡിയോ ആയിട്ടോ. ഇപ്പോഴാണ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ ടൈം കിട്ടിയത്. നമ്മൾ അവിടെ പോയപ്പോൾ വുഡ് ഹൗസിലാണ്, കാന്തല്ലൂർ വുഡ് ഹൗസ് എന്നാണ് ഈ വുഡ് ഹൗസിൻ്റെ പേര്. അവിടെ താമസിച്ചു. പിറ്റേന്ന് രാവിലെ ആ വുഡ് ഹൗസിലുള്ള ആൾ തന്നെ നമുക്കൊരു ജീപ്പ് ഏർപ്പാടാക്കി തന്നു ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം തന്നെ പോയത് ഒരു തോട്ടത്തിലേക്കാണ്. ഒരുപാട് ഫ്രൂട്ട്സുകളും പിന്നെ വെറൈറ്റി ഫ്ലവേഴ്സൊക്കെ ഉള്ളൊരു തോട്ടത്തിലേക്കായിരുന്നു കേട്ടോ നമ്മളെ കൊണ്ടുപോയത്. പിന്നെ അതിൽ പിന്നെ കായ്കളൊന്നും ഉണ്ടായിട്ടില്ല. സീസൺ ടൈം ആവണം. ഞങ്ങൾ പോയ ടൈമിൽ ജൂണിലായിരുന്നു, അതുകൊണ്ട് തന്നെ സീസണൊന്നും അല്ലായിരുന്നു. കുറച്ചൊരു സെപ്റ്റംബർ ആ ഒരു മാസമൊക്കെ ആകുമ്പോഴാണല്ലോ ഇതൊക്കെ കായ്ക്കുക. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടായി വരുന്നത് മാത്രം നമ്മൾ കണ്ടുപോകുന്നു. പിന്നെ വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ അവിടേക്ക് ഫോട്ടോ ഇറങ്ങി. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പോയത് അണി റോക്ക് എന്ന ഒരു പ്ലേസിലേക്കാണ്. അതും ഈ ജീപ്പുകാർ തന്നെ കേട്ടോ നമ്മൾ അവിടേക്കൊക്കെ കൊണ്ടുപോകുന്നത്. 2500 രൂപയായിരുന്നു ആ ജീപ്പിൻ്റെ വാടക. അങ്ങനെ അവർ നമുക്ക് ആ ഒരു ട്രക്കിങ്ങിന് അവർ സ്ഥിരമായിട്ട് പോകുന്ന ആളായിരിക്കുമല്ലോ, അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയിരുന്നു. ഈ അണി റോക്കിൽ വെച്ചാൽ ഒരുപാട് തേനടകളുണ്ട്, തേനീച്ചകൾ കൂട് കൂട്ടിയിട്ടുണ്ട് അണി റോക്കിൽ. മുകളിലേക്കാണ്, നമുക്ക് കുറച്ച് കയറ്റൊക്കെ കയറിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പോയത് സ്ട്രോബെറി ഫാമിലേക്കായിരുന്നു. പിന്നെ ആ ഫാമിലേക്ക് പോകുമ്പോൾ നല്ല അപകടം പിടിച്ച റോഡ് തന്നെ നമുക്ക് പറയാം കേട്ടോ. ഭയങ്കര ആ ജീപ്പിൽ നമ്മളിരിക്കുമ്പോൾ തലയൊക്കെ തട്ടിപ്പോകുന്ന നല്ലൊരു ട്രക്കിംഗ് തന്നെ ആയിരുന്നു കേട്ടോ ആ ഒരു ജേണി. പിന്നെ നമ്മൾ ഫാമിലെത്തി. സ്ട്രോബെറികളൊക്കെ ചെറുതായിട്ട് ഉണ്ടാകുന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ചെറുതായിട്ട് തന്നെ കാണാനുള്ളൂ. ഒരുപാടുണ്ട്. പിന്നെ അവിടെ സ്ട്രോബെറീൻ്റെ പല ടൈപ്സ് സാധനങ്ങളും വിൽക്കുന്നുണ്ടായിരുന്നു. സ്ക്വാഷ്, ജ്യൂസ്, അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചു. പിന്നെ ഒരു ക്യാബേജിൻ്റെ തോട്ടമുണ്ട് അവിടെ. പിന്നെ ക്യാബേജും ഒക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് സൂര്യകാന്തിൻ്റെ ഒരു തോട്ടമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ നമ്മൾ പോയത് ഭ്രമണം ഷൂട്ട് ചെയ്ത് ഷൂട്ടിംഗ് പോയിൻറ്റിലേക്കായിരുന്നു കേട്ടോ. അവിടേക്കുള്ള വഴിയും നല്ല അടിപൊളി ട്രക്കിംഗ് വഴി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു. നമുക്ക് ഒരു തണുപ്പുള്ളൊരു കാറ്റും ഒക്കെ കൂടിയിട്ടുള്ള ഒരു വെയിൽ. പിന്നെ അവിടെ 2 നമ്മുടെ ഏർമാടങ്ങളുണ്ട്, അതിലൊക്കെ കയറി നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടുന്ന് തിരിച്ചു പോകുന്നു. നല്ല വ്യൂ പോയിൻ്റ് ആയിരുന്നു കേട്ടോ. തിരിച്ചു പോകുന്ന നമ്മൾ ഒരു കാന്തല്ലൂർ വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മളെ പിന്നെ കൊണ്ടുപോയത്.